അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ കാന ഫീ ഹാദൽ മസ്ജിദി മിഅതു അൽഫിൻ ഔ യസീദൂൻ വഫീഹിം റജുലുൻ മിൻ അഹ്ലിൻ നാരി ഫതനഫസ ഫഅസ്വാബഹും നഫസുഹു ലഹ്തറക്കൽ മസ്ജിദു വമൻ ഫീഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പള്ളിയിൽ 1,00,000 ആളുകളോ അതിലേറെ ആളുകളോ ഉണ്ടെങ്കിൽ അവരിൽ ഒരാൾ നരകത്തിന്റെ അവകാശിയാണെങ്കിൽ അവനൊന്ന് ശ്വാസം വിട്ടാൽ ആ ശ്വാസം കാരണം ആ പള്ളിയും പള്ളിയിലുള്ള മുഴുവൻ ആളുകളും കരിഞ്ഞു പോകുമെന്ന്. നരകത്തിന്റെ ഭയാനകതയെ, ഭീകരതയെ പല രൂപത്തിലും വിശുദ്ധ ഖുർആനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശദീകരിച്ചിട്ടുണ്ട്. നരകത്തിലെ ശിക്ഷയുടെ ഭയാനകതയും ചൂടും കാഠിന്യവും എത്രമേൽ ഭീകരമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഇത്. റസൂലിന്റെ പള്ളിയിൽ 1,00,000 അതിലേറെയോ ആളുകൾ ഒരുമിച്ച് കൂടുകയും അതിലൊരുത്തൻ മാത്രം നരകാവകാശിയായി മാറുകയും ചെയ്തു. ആ മനുഷ്യനൊന്ന് ശ്വാസം വിട്ടാൽ ആ ശ്വാസത്തിൽ നിന്നും പുറത്തു വരുന്ന ചൂട് കാരണം പള്ളിയും പള്ളിയിലുള്ള മുഴുവൻ ആളുകളും കരിഞ്ഞു പോകുമെന്നാണ്. നരകത്തിലെ അവകാശിയുടെ, അയാൾ അനുഭവിക്കുന്ന ശിക്ഷയുടെ ചൂടിന്റെ കാഠിന്യം എത്ര ഭയാനകമാണ് എന്ന് സൂചിപ്പിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ് ഇത്. നരകാവകാശിയുടെ ശ്വാസത്തിന്റെ ചൂട് ഇത്ര ഭീകരമാണെങ്കിൽ അയാൾ എത്രമാത്രം ചൂടിന്റെ, തീയിന്റെ ശിക്ഷ അനുഭവിക്കുന്നുണ്ടാവണം. ശ്വാസത്തെ മാത്രം ഇത്രമാത്രം ചൂടാക്കി മാറ്റാൻ അയാൾ എന്തുമാത്രം കഠിനമായ താപത്തിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടാകണം. അത്രമേൽ ഭീകരമാണ് നരകം. അത്രയേറെ കഠിന താപമുള്ളതാണ് നരകം. നാറുൻ ഹാമിയ, ചൂടേറിയ തീയാണ് നരകം. അതിനാൽ ആ നരകത്തിൽ അകപ്പെടാതിരിക്കാൻ, സ്വർഗത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ ഭൂമിയിൽ നമുക്ക് അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹു കൽപ്പിച്ചതുപോലെ വിശ്വസിക്കാൻ, പ്രവർത്തിക്കാൻ, ജീവിക്കാൻ സാധ്യമാകേണ്ടതുണ്ട്. സാധ്യമായാൽ ഈ ഹദീസിൽ സൂചിപ്പിച്ച ഇത്ര ഭീകരമായ നരകശിക്ഷയിൽ നിന്നും ആ വിശ്വാസവും ആ പ്രവർത്തനവും നമ്മെ രക്ഷിക്കും. രക്ഷിക്കണമെങ്കിൽ ഈ നരകമെന്ന സത്യത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ആ നരകമെന്ന സത്യം നമ്മെ അതിനകത്തേക്ക് വലിച്ചിട്ടാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഏറ്റവും വലിയ ദൗർഭാഗ്യത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. മരണം പോലും നമ്മുടെ രക്ഷക്കെത്തില്ല. കാരണം സുമ്മലാ യമൂതു ഫിഹാ വലാ യഹ്യാ, അവിടെ മരണമില്ല, ജീവിക്കാനോ നല്ല ജീവിതവുമില്ല. അത്രയും ഭയാനകമായ നരകശിക്ഷയിൽ പെടാതിരിക്കാൻ, അകപ്പെടാതിരിക്കാൻ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നമുക്കെല്ലാം സാധ്യമാകണം. നരകത്തിൻ്റെ ശിക്ഷയെ ഇത്ര ഭീകരവും ഭയാനകവുമായി വിശദീകരിച്ച, നരകശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ ചുടുനിശ്വാസത്തിന്റെ ചൂട് എത്ര ഭീകരമാണെന്ന് പഠിപ്പിച്ച ഈ ഹദീസ് നമ്മെ വല്ലാതെ പേടിപ്പിക്കണം. നരകശിക്ഷയുടെ ഭീകരതയെ നമ്മെ വല്ലാതെ ബോധ്യപ്പെടുത്തണം. അതിനാൽ ഈ നരകത്തിന്റെ ഭയാനകതയെ, ഭീകരതയെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികൾക്ക് ഒരുക്കി വെച്ച ഈ ശിക്ഷ നമ്മെ ബാധിക്കാതിരിക്കാൻ ജാഗ്രതയോടെയുള്ള ജീവിതം, റബ്ബിന്റെ പൊരുത്തത്തിലുള്ള ജീവിതം ഭൂമിയിൽ കാഴ്ചവെക്കാൻ കഴിയണം. അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന സ്വഭാവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അതോടൊപ്പം അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്ന എല്ലാ നല്ല വഴികളിലൂടെയും സഞ്ചരിക്കാനും നമുക്ക് സാധ്യമാകണം. ഫർളുകളിൽ, നിർബന്ധ കർമ്മങ്ങളിൽ നല്ല ജാഗ്രത വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പുണ്യമാക്കിയ സമയങ്ങളെയും ദിവസങ്ങളെയും മാസത്തെയും ഒക്കെ ഏറ്റവും ഗൗരവത്തിൽ എടുത്തുകൊണ്ട് ആ സന്ദർഭങ്ങളിൽ ആരാധനകൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പടച്ചവന്റെ പ്രീതി വാങ്ങി ഈ ഭീകരമായ നരകത്തിൽ നിന്നും രക്ഷ തേടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.